ഞാൻ ഇതുപോലെ ഒരിക്കലും ബജ്ജിയെക്കുറിച്ച് ഒരു ഇന്റർവ്യൂ സംസാരിച്ചിട്ടില്ല. ഇത് ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. ഈ ഒരു ഇടയ്ക്ക് ഏതോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഇടയ്ക്കും കൂടെ പുള്ളി അതിനെക്കുറിച്ച് ഒരു ആഡ് ഉണ്ടാക്കി, പുള്ളി പൈസ ഉണ്ടാക്കി, ഏതോ 80 ലക്ഷം 1 കോടി രൂപയ്ക്ക് എന്തോ. എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ നീ അതിന്റെ സ്റ്റോറി ഇടണം. ഞാൻ പറഞ്ഞു പൊറുക്കാം, മറക്കരുത്. ഒരു ആള് ഒരു തെറ്റ് നമ്മുടെ എതിരെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫൊർഗീവ് ചെയ്യാം, പക്ഷെ മറക്കരുത്. മറന്നു കഴിഞ്ഞാൽ ആ സെയിം വ്യക്തി നമ്മുടെ അടുത്ത് വീണ്ടും ആ സെയിം തെറ്റ് ചെയ്യും. അതിനൊരു ബിഗസ്റ്റ് എക്സാമ്പിൾ പുള്ളിയാണ്. അത് ഒരു ഡൗട്ടും ഇല്ല. പുള്ളി ഇന്റർവ്യൂ ഇത് എനിക്കറിയാം, നമ്മളിപ്പോൾ മലയാളത്തിലാണല്ലോ അത് കൺവേർട്ട് ആകുമ്പോൾ കുറെ ആളുകൾ ഇതിന്റെ ഓരോരോ വേർഡ്സ് എടുത്ത് ശ്രീശാന്ത് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ്. അവർക്ക് വേണ്ടി പറയാണ്, എനിക്കും പുള്ളിയായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല, ഞാൻ എപ്പോഴും ഒരു ബ്രദറാന്നൊക്കെ ആയിരുന്നു. പക്ഷെ ആ കഴിഞ്ഞ ഒരു മാസം 2 മാസം മുമ്പ് ഒരു ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ വരെ പുള്ളിയെ ബ്ലോക്ക് ചെയ്തേക്കുവാണ്. കാരണം എൻ്റെ അച്ഛനും അമ്മ പഠിപ്പിച്ചത് ഫൊർഗീവ് ചെയ്തോളൂ, അദ്ദേഹത്തിന്റെ എതിരെ എനിക്കൊരു കംപ്ലൈന്റും ഇല്ല, എനിക്ക് അദ്ദേഹത്തിന്റെ ആവശ്യമില്ല. മേ ഗോഡ് ബ്ലെസ് ഹിം ആൻഡ് ഹിസ് ഫാമിലി. പല ഇന്റർവ്യൂവിലും അശ്വിന്റെ ഇന്റർവ്യൂവിലൊക്കെ പുള്ളി എൻ്റെ മോളുടെ കുറിച്ച് കഥ പറഞ്ഞു, എനിക്ക് വിഷമമായി. ഇതൊക്കെ കാണുമ്പോൾ ആരും വിചാരിക്കും ഇതൊരു നല്ല മനുഷ്യനാണ്. പക്ഷെ എൻ്റെ അടുത്ത് ഇന്ത്യ കളിക്കുമ്പോൾ തൊട്ടിപ്പ് വരെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ വെറും അഭിനയം. ആ ഒരു അഭിനയം ശ്രീശാന്തിനെ പറ്റില്ല. ആ ഒരു വിഷയം കുറെ മലയാളികൾ എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം ഒന്നോടെ ഞാൻ പറയുകയാണ്. അന്ന് ഞാൻ ബജ്ജിയെ തിരിച്ചു ചെല്ലിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ഉന്തിരുന്നെങ്കിൽ, ഞാൻ ഓൾമോസ്റ്റ് ഉന്താൻ പോയത്, പക്ഷെ ഭാഗത്തിന് എന്നെ ബ്രെഡ്ലി ഓരോ കയറി എനിക്ക് പിടിച്ചു. ഇതുപോലെ ഇരിക്കുന്ന ഒരു പയ്യൻ അന്ന് ഒന്ന് പിടച്ചിരുന്നെങ്കിൽ ഈ കാണുന്ന മലയാളികളും അല്ലെങ്കിൽ അന്നത്തെ TV-യിൽ വരെ ഇരുന്ന് അവൻ മലയാളികളെ നാണം കെടുത്തി എന്നൊക്കെ പറഞ്ഞ കുറെ ആളുകളുണ്ട്. അവരോട് ഒറ്റ ചോദ്യമുള്ളൂ, ഇപ്പൊ കുറച്ച് പറക്കി കേട്ടുണ്ട്, അന്ന് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു. ചേട്ടന്റെ എക്സ്പീരിയൻസ് ചേട്ടൻ പറ, അന്ന് ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, ഉന്തിരുന്നെങ്കിൽ ഞാൻ അന്ന് ലൈഫ് ബാൻ ആണ്. എസ് ഓർ നോ? മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ ആണ് അദ്ദേഹം. ഞാൻ അന്ന് കരഞ്ഞതിന് കൈതപ്പുറം സാർ വരെ എൻ്റെ ഒരു കവിത എഴുതിയിരുന്നു, പിഞ്ചു മനസ്സു പോലെ കരയുന്നു ശ്രീശാന്ത് എന്ന് പറഞ്ഞു. കുറെ ആൾക്കാർ അതിലും കളിയാക്കി. കൈതപ്പുറം നന്ദിയുണ്ട്. കാരണം ആ ടൈമില് ഇതുപോലെ ഒരു വ്യക്തിക്ക് ഇന്ത്യ കളിച്ച്, ചേട്ടൻ പറയും ഇതൊക്കെ ഹെയ്ഡനെയും ഗിൽക്രിസ്റ്റിനെയും ഒക്കെ ഔട്ടാക്കിയ ശ്രീശാന്താണ് ഈ കരഞ്ഞത്. അപ്പൊ ചേട്ടൻ ആലോചിക്കുക, നോക്ക് എൻ്റെ ഉള്ളിലുള്ള ആ ഒരു വിഷം എന്തായിരിക്കും ആ ടൈമില്. പക്ഷെ ഞാൻ സിമ്പതിക്ക് വേണ്ടി പറഞ്ഞല്ല, ഞാനിത് പറയാനുള്ളത് കാരണം ഇൻസ്പിറേഷന് വേണ്ടിയാണ്. ഇതിലൊന്നും നമ്മൾ തീർന്നില്ല മോനെ. ഇതൊക്കെ ചെയ്തിട്ട് 4 മാച്ചിൽ 0 വിക്കറ്റ്സ് ആയിരുന്നു. അതിൽ നിന്ന് ബജ്ജിയുടെ തല്ലും മേടിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ടൈമിൽ ബജ്ജി പുറത്തായി. ഞാൻ ആ കൊല്ലം ഹയസ്റ്റ് വിക്കറ്റ് ടേക്കറാണ്. ഏത് ലെജൻസ് മൊത്തം ഉള്ള ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ കുറിച്ച് ഒന്നും പറയാൻ കാര്യമില്ല, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, മേ ഗോഡ് ബ്ലെസ് ഹിം ആൻഡ് ഹിസ് ഫാമിലി. ഇങ്ങോട്ട് എനിക്കൊന്നും വേണ്ട, അങ്ങോട്ടൊന്നും